ഹലോ. ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് കണ്ട് ഫ്രഷ് ആയിട്ട് വന്ന് നിൽക്കുകയാണ്. കുറച്ച് നേരം കണ്ടിട്ട് എന്നാലും ഫ്രഷ് എന്ന് പറയാം അല്ലേ. അപ്പോൾ ഈ സിനിമയുടെ മെയിൻ ആയിട്ടുള്ള ഒരു പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൗതം മേനോൻ ആൻഡ് മമ്മൂട്ടി ഇവരുടെ ഒരു കോമ്പിനേഷൻ തന്നെയായിരുന്നു ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഈ സിനിമയ്ക്ക് അത്ര ഹൈപ്പ് ഒന്നും ഉണ്ടായിരുന്നില്ല. കുറച്ച് കാലമായിട്ട് മമ്മൂട്ടി സിനിമകൾ ഹൈപ്പ് ഒന്നും ഇല്ലാതെ വന്ന് ഹിറ്റടിക്കുന്ന ഒരു പതിവാണ്. അത് തന്നെയാണ് ഈ സിനിമയുടെ ഒരു എന്താ പറയുക പാറ്റേൺ. ഈ സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ്. എന്ന് പറയുമ്പോൾ ഹാർഡ് കോർ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ഒന്നുമല്ല. കോമഡിയൊക്കെ ആയിട്ട് മമ്മൂട്ടിയും ഗോകുൽ സുരേഷും കൂടിയുള്ള ആ കോമഡിയും പിന്നെ ആ കാര്യങ്ങളൊക്കെയാണ് സിനിമയുടെ മെയിൻ ആയിട്ടൊരു ഹൈലൈറ്റ്. അതിൻ്റെ കൂടെ ഒരു ഇൻവെസ്റ്റിഗേഷൻ ആംഗിളും കൂടി ആകുമ്പോൾ പറയേണ്ട ആവശ്യമില്ലല്ലോ എങ്ങനെയായിരിക്കും എന്ന്. അപ്പം പേഴ്സണലി പറയുകയാണെങ്കിൽ ഈ സിനിമ എനിക്ക് വർക്ക് ആയിട്ടുണ്ട്. ആ ഒരു ബേസിൽ തന്നെയാണ് ഞാൻ സംസാരിക്കുകയും ചെയ്യുന്നത്. ഈ സിനിമയിൽ മെയിനായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്ന് പറയുമ്പോൾ ഇതിൻ്റെ മേക്കിംഗ് തന്നെയാണ്. ഭയങ്കര ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു രീതിയൊന്നുമല്ല കാര്യമായിട്ടുള്ളത്. ഒരു സാധാരണ രീതിയിൽ തന്നെയാണ് സിനിമ ചെയ്തിട്ടുള്ളത്. ഗൗതം വാസുദേവ് മേനോൻ്റെ സ്ഥിരം ഫോർമാറ്റ് അല്ലെങ്കിൽ പുള്ളിയുടെ ഒരു സ്റ്റൈൽ ഓഫ് മേക്കിംഗ് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് കുറച്ചും കൂടി ഫ്രീ ആയിട്ട് ഒരു സ്റ്റാറിനെ ഒന്നും അക്കോമഡേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളൊരു രീതിയിൽ എന്നാൽ സ്റ്റാർഡം കാണിക്കുന്നുണ്ടോ കാണിക്കുന്നുണ്ട്. അങ്ങനത്തെ തരത്തിലുള്ള ഒരു സ്ക്രിപ്റ്റും ആ തരത്തിലുള്ള ഒരു എന്താ പറയുക ക്രാഫ്റ്റുമാണ് ഗൗതം മേനോൻ ഈ സിനിമയിൽ എടുത്തിട്ടുള്ളത്. അത് തന്നെയാണ് ഈ സിനിമയുടെ ഒരു എന്താ പറയുക ആൾക്കാരിലേക്ക് എത്താനുള്ളൊരു മെയിൻ കാരണം. അതിൽ മമ്മൂട്ടി ചെയ്യുന്ന ക്യാരക്ടറിന്റെ പേര് ഡൊമിനിക് എന്നാണ്. ടൈറ്റിൽ ക്യാരക്ടർ തന്നെയാണ്. അതുപോലെ തന്നെ ഗോകുൽ സുരേഷ് നല്ലൊരു ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. വിക്കി എന്നാണ് ആ ക്യാരക്ടറിന്റെ പേര്. മമ്മൂട്ടി ചെയ്യുന്ന ക്യാരക്ടർ അതായത് ഡൊമിനിക്കിന്റെ സഹായിയാണ്. മമ്മൂട്ടി ഒരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ഏജൻസി നടത്തുന്നുണ്ട് കൊച്ചിയിൽ. അപ്പൊ ആ ഏജൻസി അവർ ഏറ്റെടുക്കുന്ന ഒരു കേസ് അല്ലെങ്കിൽ ഒരു 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 സ്ത്രീയുടെ പേഴ്സ് അത് കളഞ്ഞു പോകുന്നു അല്ലെങ്കിൽ അത് ഒരാൾക്ക് അല്ലെങ്കിൽ മമ്മൂട്ടിക്ക് കിട്ടുന്നു. ആ പേഴ്സിനകത്ത് അല്ലെങ്കിൽ ആ പേഴ്സിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള അന്വേഷണമാണ് ഈ സിനിമ. ഇതിന്റെ ഒരു ട്രീറ്റ്മെന്റ് തന്നെയാണ് ഇതിനെ വ്യത്യസ്തമാക്കുന്നത്. വേറൊരു തരത്തിൽ പറയുകയാണെങ്കിൽ ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് ഇതിന്റെ ഒരു ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫും രണ്ട് തരത്തിലാണുള്ളത്. ഇതിന്റെ ഫസ്റ്റ് ഹാഫ് കുറച്ച് കോമഡിയും കാര്യങ്ങളൊക്കെ നന്നായിട്ട് വർക്കൗട്ട് ആയിട്ടുള്ള ഒരു ഫസ്റ്റ് ഹാഫാണ്. അതായത് മമ്മൂട്ടിയും നമ്മുടെ ഗോകുൽ സുരേഷും ചെയ്യുന്ന ഈ രണ്ട് ക്യാരക്ടേഴ്സും വളരെയധികം ജെല്ലായിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു ഏരിയയിൽ. സെക്കൻഡ് ഹാഫിൽ കടക്കുമ്പോൾ ഇൻവെസ്റ്റിഗേഷൻ കുറച്ചും കൂടി പിരിമുറുകയും അതുപോലെ തന്നെ ആ ഒരു പിരിമുറുക്കം നമ്മളിലേക്കും എത്തിക്കാനായിട്ട് അതിന്റെ സംവിധായകന് ആയിട്ടുള്ള ഗൗതം വാസുദേവ് മേനോന് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പ്രേക്ഷകന് ഈ സിനിമ കാണുമ്പോൾ ലാഗ് ഒന്നും തോന്നില്ല. കാരണം ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ പരിപാടി ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു രസകരമായിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ ആണെന്ന് നമുക്ക് പറയാം. ഡിഫറെന്റ് എന്ന് പറഞ്ഞാൽ രസകരം ആയിട്ടുള്ള രീതിയിലാണ് അതിനെ നമ്മുടെ സംവിധായകൻ ചെയ്തിരിക്കുന്നത്. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ഉദ്വേഗമായ നിമിഷങ്ങൾ എസ്പെഷ്യലി ക്ലൈമാക്സിൽ ആ ഒരു ഹൈലൈറ്റ് ആൾക്കാർക്ക് വർക്കായിട്ടുണ്ട്. കുറേ പേർക്ക് വർക്കായിട്ടുണ്ട് എന്നാണ് നമുക്ക് സിനിമ കാണുമ്പോൾ മനസ്സിലാവുന്നത്. അതന്നെയാണ് ഈ സിനിമയുടെ വലിയൊരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത്. പിന്നെ ഇതിന്റെ സിനിമാറ്റോഗ്രാഫിയും അതേപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും എല്ലാം സിനിമയെ വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. വിഷ്ണു ആണ് ഇതിന്റെ സിനിമാറ്റോഗ്രാഫി ചെയ്തിരിക്കുന്നത്. മൂന്നാറിലെ വിഷ്വൽസ് ആണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ കൊച്ചിയിലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ കൊച്ചിയിൽ കാണിക്കുന്ന ഷോട്ടുകളും സീനുകളൊക്കെ ആണെങ്കിലും സിനിമയ്ക്ക് വളരെയധികം നല്ലൊരു ഒരു ടോൺ കൊടുക്കുന്നുണ്ട് അതിന്. എന്താ പറയുക അതിൻ്റെ ഒരു വിഷ്വൽ ടോൺ ഡിഫറെൻ്റ് ആണ്. അതുപോലെ തന്നെ ഇതിൻ്റെ സംവിധാനം സംഗീത സംവിധാനം ചെയ്തിട്ടുള്ള ഡർബുക ശിവ എന്ന് പറയുന്ന ആ ഒരു സംഗീതത്തിന് വളരെ നല്ലൊരു തരത്തിലാണ് ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറും അതുപോലെ തന്നെ പാട്ടുകളും ചിട്ടപ്പെടുത്തി. സോങ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മമ്മൂട്ടി തന്നെയാണ് സിനിമയുടെ ഒരു വലിയൊരു ഷോ സ്റ്റീലർ എന്ന് പറയുന്നത്. ആസ് യൂഷ്വൽ പുള്ളിയുടെ ഒരു എന്താ പറയുക കാര്യങ്ങളൊക്കെ ഗംഭീരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ആക്ഷനും കാര്യങ്ങളൊക്കെ ആ, പുള്ളി എന്ന് പറയുമ്പോൾ മമ്മൂട്ടി എന്ന് പറയുന്ന ആ ഒരു മഹാനായ നടൻ കുറച്ചധികം വർക്ക് ചെയ്തിട്ടുണ്ട്. ആ ഒരു കാര്യങ്ങളൊക്കെ നന്നായിട്ട് വരാൻ. അതുപോലെ തന്നെ സിനിമയിലുള്ള ബാക്കിയുള്ള പരിപാടികളിലൊക്കെ നന്നായിട്ട് തന്നെ അല്ലെങ്കിൽ മമ്മൂട്ടി ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ഗോകുൽ സുരേഷ് എന്ന് പറയുന്ന ആ ഒരു നടൻ പുള്ളിയുടെ കംഫർട്ട് സോണിൽ തന്നെയുള്ള ഒരു ക്യാരക്ടറാണ്. എന്നാലും ഒരു രസമായിട്ടുള്ള നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള ഒരു ഗഗനചാരി അല്ലെങ്കിൽ വേറെ ഒരു സിനിമകളൊക്കെ എടുക്കുകയാണെങ്കിൽ അതിലുള്ളൊരു പുള്ളിക്കൊരു കോമിക് അല്ലെങ്കിൽ അങ്ങനെ ഒരു കോമഡി ടൈപ്പ് ഓഫ് ഏരിയാസ് നന്നായിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട്. ആ ഒരു കൈൻഡ് ഓഫ് എന്താ പറയാ ക്യാരക്ടറാണ് പുള്ളി ഇതിൽ ചെയ്തിട്ടുള്ളത്. നന്നായിട്ട് വന്നിട്ടുണ്ട് എന്തായാലും. പിന്നെ വിജി വെങ്കിടേഷ് എന്ന് പറയുന്ന മാധുരി എന്ന് പറയുന്ന ക്യാരക്ടർ ആ ഒരു ക്യാരക്ടർ അവര് നന്നായിട്ട് തന്നെ എന്താ പറയാ ചെയ്തിട്ടുണ്ട്. ഒരു മലയാളമൊക്കെ അറിയാത്ത ഒരു ആളായിട്ട് തന്നെയാണ് സിനിമയുള്ളത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം കുഴപ്പമൊന്നുമില്ലാത്ത രീതിയിൽ നന്നായിട്ട് തന്നെ പുള്ളിക്കാരി അത് സിനിമയിൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ ആണ് ഈ കുറേ കാസ്റ്റ് ഇനിയുണ്ട് സിനിമയിൽ. കുറേ എന്താ പറയാ സുസ്മിത ഭട്ട് എന്ന് പറയുന്ന ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആണ് അവർ ചെയ്തിട്ടുള്ളത്. കുറച്ചധികം ഉദ്യോഗമായ നിമിഷങ്ങളൊക്കെ അവർ നമുക്ക് സിനിമയിൽ
തരുന്നുണ്ട്. അതുപോലെ തന്നെ വിനീത് വിനീത് എന്ന് പറയുന്ന ഒരു ആക്ടറിന്റെ നല്ലൊരു റോളായിട്ടാണ് ഈ സിനിമയിലുള്ളത്. വിജയ് ബാബുവിനും നല്ലൊരു ക്രൂഷ്യൽ ആയിട്ടുള്ള റോൾ ഈ സിനിമയിലുണ്ട്. എല്ലാം കൊണ്ടും സിനിമ നല്ലൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ വിത്ത് ആൻ എസൻസ് ഓഫ് കോമഡി എന്ന് തന്നെ ഞാൻ പറയും ഈ സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ.